ഹലോ ഒരുവൺ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് അർത്ഥമാറ്റിക് പൈപ്പ് ലൈനിങ് ആണ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പൈപ്പ് ലൈനിങ് പഠിച്ചു. ഇനി നമ്മൾക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് അർത്ഥമാറ്റിക് പൈപ്പ് ലൈനിങ്ങും അതേപോലെ തന്നെ എന്താണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങും ആണ് ഉള്ളത്. സോ ഫസ്റ്റ് വൺ അർത്ഥമാറ്റിക് പൈപ്പ് ലൈൻ, അതായത് നമുക്ക് അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അർത്ഥമാറ്റിക് പൈപ്പ് ലൈനിങ് യൂസ് ചെയ്താൽ മതി. സോ നമ്മൾ ഇവിടെ നമ്മൾക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനോ ഫിക്സഡ് നമ്പറിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ ആഡോ സബ്ട്രാക്ഷൻ ആണ് നോക്കുന്നത്. സോ ഇതിന് 4 സ്റ്റെപ്സ് ആണ്, അല്ലെങ്കിൽ സെഗ്മെന്റിൽ 4 ഓപ്പറേഷൻസ് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമ്മൾക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന്റെ ആഡ് ഓർ സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ എക്സ്പോണൻസിനെ കമ്പയർ ചെയ്യണം. കമ്പയർ ദ എക്സ്പോണൻസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ എക്സ്പോണൻസിനെ കമ്പയർ ചെയ്യണം. സെക്കൻഡ് വൺ അലൈൻ ദ മാൻഡിസ, then we have to perform the desired operation. ആഡ് ആണോ സെപ്പറേറ്റ് ആണോ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണം തേർഡ് സ്റ്റെപ്പിൽ. അടുത്തതിൽ ആ റിസൾട്ടിനെ നമ്മൾ നോർമലൈസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിലോട്ട് നമ്മൾക്ക് കുറെ എക്സാമ്പിൾ വഴിയൊക്കെ പോവാം, അപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. സോ അതിന് പോകുന്നതിന് മുമ്പ് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, അല്ലെ എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ റെപ്രസെന്റേഷൻ. സോ നോക്കൂ, എക്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ പവർ ഇ. ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ എം ഇൻറ്റു ആർ പവർ ഇ ആണ്. സോ ഇവിടെ എം എന്ന് പറയുന്നത് മാൻഡിസ, ആർ റാഡിക്സ് ആൻഡ് ഇ ഈസ് ദ എക്സ്പോണന്റ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾക്ക് നോക്കാം. നോക്കൂ, എക്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. കാരണം അതിന്റെ റെപ്രസെന്റേഷൻ എന്താ, എം ഇൻറ്റു ആർ പവർ ഇ ഫോമിലാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ആൻഡ് വൈ ഇസ് അനദർ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ 0.5429 ഇൻറ്റു 10 പവർ 2. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റേജ് 1 അല്ലെങ്കിൽ സെഗ്മെന്റ് 1ൽ നമ്മൾ ചെയ്യുന്നത് കമ്പയർ ദ എക്സ്പോണൻസ് ഓഫ് ദ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. നമ്മളെ കയ്യിലുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ എക്സ്പോണൻസ് നമ്മൾ കമ്പയർ ചെയ്യും. അതായത് ഈ എക്സിന്റെ എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ 3 ആണ്, വൈയുടെ എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ 2 ആണ്. സോ എക്സിന്റെ 3, വൈയുടെ 2. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ റിസൾട്ടിൽ എപ്പോഴും ഹയർ എക്സ്പോണന്റ് ആർക്കാണോ ആ ഹയർ എക്സ്പോണന്റ് ആണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് 3 ആണ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ എക്സ്പോണന്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്താണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. സോ 3 മൈനസ് 2 1 വരും നമ്മുടെ ഡിഫറൻസ്. കാരണം ഈ ഡിഫറൻസ് വെച്ചാണ് നമ്മൾ മാൻഡിസൈനെ അടുത്ത സെഗ്മെന്റിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ നമ്മൾ അലൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾക്കറിയാം കമ്പയർ ചെയ്യുക, 3 2 കമ്പയർ ചെയ്യാൻ നമ്മൾക്ക് അറിയാം 3 ആണ് ഗ്രേറ്റർ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സെഗ്മെന്റ് 2ൽ നോക്കുവാണ്. സെഗ്മെന്റ് 2ൽ പോകുമ്പോൾ നമ്മൾക്ക് എന്താണ് സെഗ്മെന്റ് 2 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ മാൻഡിസൈനെ അലൈൻ ചെയ്യുക. സോ നമ്മൾക്കറിയാം എന്താണ് എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് വാല്യൂ, പക്ഷേ ഇവിടെ നമ്മൾക്ക് വാല്യൂ എന്താണ് അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അലൈൻ ചെയ്യണം. ഇവിടുത്തെ മാൻഡിസൈനെ നമ്മൾക്ക് അലൈൻ ചെയ്യണം. കാരണം ഇവിടെ എക്സ്പോണന്റ് കുറവല്ലേ, അപ്പൊ എക്സ്പോണന്റ് കുറവായിട്ടുള്ള ആൾക്ക് നമ്മൾക്ക് ആളുടെ മാൻഡിസയെ നമ്മൾ അലൈൻ ചെയ്തേ മതിയാവും. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡിഫറൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ എക്സ്പോണന്റിന്റെ എക്സ്പോണന്റ് കുറവായിട്ടുള്ള ആളുടെ മാൻഡിസ ഡിഫറൻസ് അനുസരിച്ച് നമ്മൾക്ക് ഈ എക്സ്പോണന്റിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. സപ്പോസ് ഇവിടെ ഡിഫറൻസ് ഇവിടെ ഡിഫറൻസ് 1 ആയിട്ടാണ് വന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ഷിഫ്റ്റ് വേണം ചെയ്യാൻ. അതാണ് നമ്മൾ ഈ സെഗ്മെന്റ് 2ലാണ് ചെയ്യുന്നത്. സോ സെഗ്മെന്റ് 2 അലൈൻമെന്റ് ആണ്, അലൈൻമെന്റ് ഓഫ് ദ മാൻഡിസ. അതായത് എക്സ്പോണന്റ് വലുത് ചെയ്ത് ചെറുത് ചെയ്ത് നമ്മൾക്ക് ഫസ്റ്റ് ഓപ്പറേഷനിലൂടെ ഫസ്റ്റ് സ്റ്റേജിലൂടെ മനസ്സിലായി അല്ലേ. അപ്പം സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ആ കുറവായിട്ട് എക്സ്പോണന്റ് ഉള്ള ആളുടെ മാൻഡിസൈനെ നമ്മൾ അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. സോ അതെങ്ങനെയെന്ന് പറയുമ്പോൾ ഈ ഡിഫറൻസ് അനുസരിച്ച് നമ്മൾക്ക് മാൻഡിസൈനെ ഈ ഡിഫറൻസ് സൈസ് മാൻഡിസൈനെ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടും, വാല്യൂ 0.05429 ഇൻറ്റു 10 പവർ 3. കാരണം നമ്മൾ റിസൾട്ട് എപ്പോഴും ഹൈ പവർ ആണ് വേണ്ടത്, അതിനെ നമ്മൾ ഫിക്സ് ആക്കിയാണ് ചെയ്യുന്നത്. അത് 10 പവർ 3 ഇവിടെ വരും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി, നമ്മൾക്ക് ഓൾറെഡി ഇവിടെ 10 പവർ 2 ആയതുകൊണ്ട് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ മതി. 0.5429 ഇൻറ്റു 10 പവർ 2 ഇൻറ്റു 10/10 ചെയ്താൽ മതി. കാരണം ഇൻറ്റു 10 സ്ക്വയർ ഇൻറ്റു 10 പവർ 3 ആവുമല്ലോ. എന്നിട്ട് ഈ ഒരു ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ 0.0 വരും. അതായത് അറേഞ്ച് ചെയ്തു നമ്മൾ ഈ പവറിനെ ഒന്ന് 10 പവർ 3 ആക്കി. അപ്പൊ ഫുൾ ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്തു. അതാണ് ഇവിടെ ചെയ്തത്. അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ ഇവിടെ മാൻഡിസൈനെ അലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഡിഫറൻസ് എത്രയാണ്, അപ്പൊ ഡിഫറൻസ് ഇവിടെ 2 ആണെങ്കിൽ 2 റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ നമ്മൾ ഇവിടെ പെർഫോം ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ സെഗ്മെന്റ് 3ൽ എന്താണോ നമ്മളുടെ ഓപ്പറേഷൻ, ഞാൻ ഇവിടെ ആഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ഈ എക്സും വൈയും തമ്മിൽ ആഡ് ചെയ്യാണ് ഞാൻ ഇവിടെ ചെയ്തത്. എക്സ് പ്ലസ് വൈ, എനിക്ക് റിസൾട്ട് ഇത് കിട്ടി. ഇപ്പം ഇവിടെ ഓവർഫ്ലോ ഇല്ല, അപ്പം അണ്ടർഫ്ലോ ഇല്ല, നോർമലൈസ്ഡ് ആണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അഥവാ ഈ ഒരു ആൻസർ നോർമലൈസ്ഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ സെഗ്മെന്റ് 4ൽ നോർമലൈസ് ചെയ്തേനെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതിന്റെ ഫ്ലോ ചാർട്ടിലോട്ട് പോകും.
ഫ്ലോ ചാർട്ട് നോക്കൂ. അപ്പം എക്സ്പോണന്റ് എ കൊമ ബി എക്സ്പോണന്റ് ആണ്, അവരെ നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തു. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി മാൻഡിസൈനെ രണ്ട് നമ്പറിന്റെ മാൻഡിസൈനെ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തു. ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സെഗ്മെന്റ് ഓർ സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ കമ്പയർ ദ എക്സ്പോണന്റ്, ഈ എക്സ്പോണന്റ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കമ്പാരിസൺ സബ്ട്രാക്ഷൻ വരികയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് ആ ഒരു ഡിഫറൻസ് അനുസരിച്ച് വേണം ഇവിടെ മാൻ ഡിസൈനെ അലൈൻ ചെയ്യാൻ. എങ്ങനെയുള്ള മാൻ ഡിസൈനാണ് അലൈൻ ചെയ്യേണ്ടത്? എക്സ്പോണന്റ് കുറവുള്ള ആർക്കാണോ അയാളെ മാൻ ഡിസൈനെ വേണം നമ്മൾക്ക് ഈ ഡിഫറൻസ് അനുസരിച്ച് എന്താ ചെയ്യാൻ, റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് അലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം സെഗ്മെന്റ് 1 നമ്മൾ കമ്പാരിസൺ മാത്രമാണ് ചെയ്യുന്നത്. ആ കമ്പയർ ചെയ്ത് എക്സ്പോണന്റ് ഏതാണോ വലുത് ആ റിസൾട്ട് അനുസരിച്ച് ആ റിസൾട്ട് നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഡിഫറൻസ് കണ്ടുപിടിച്ചല്ലോ, ഇവിടെ കമ്പാരിസൺ തന്നെ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ആ ഡിഫറൻസ് അനുസരിച്ച് നമ്മൾക്ക് മാൻ ഡിസൈനെ സെഗ്മെന്റ് 2 അലൈൻ ചെയ്യാം. സെഗ്മെന്റ് 2 അതേപോലെ നമ്മൾക്ക് ചൂസ് ചെയ്യുന്നു, നമ്മൾ എക്സ്പോണന്റ് ഏതാണ് ചൂസ് ചെയ്യുന്നു, ഫിക്സ് ആക്കുന്നു. അതായത് 10^3 10^2 ഉണ്ടായിരുന്നു, അതിൽ ഏത് വേണമെന്ന് നമ്മൾ ഫിക്സ് ആക്കി ഇവിടെ നമ്മൾ 10^3 എന്ന് ഫിക്സ് ചെയ്യുന്നു, ചൂസ് എക്സ്പോണന്റ്. ഓക്കെ, അതേപോലെ സെഗ്മെന്റ് 3 മാൻ ഡിസൈനെ അലൈൻ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്താണ് ഇവിടെ അലൈൻ ചെയ്ത റിസൾട്ടിനെ നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. സെഗ്മെന്റ് 3 ഓർ സ്റ്റെപ്പ് 3 നമ്മൾക്ക് ആ ഓപ്പറേഷൻ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് ആ ഓപ്പറേഷൻ നമ്മൾ മാൻഡിസൈ പെർഫോം ചെയ്യുന്നു. അതേപോലെ അതിന്റെ റിസൾട്ടിനെ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ആ ചൂസ് ചെയ്ത എക്സ്പോണന്റ് ഏതാണോ അതിന്റെ റിസൾട്ടിനെ ആ ഒരു എക്സ്പോണന്റിനെ നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്ത സെഗ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനലി റിസൾട്ട് കിട്ടിയ ആഡോ സബ്ട്രാക്ട് ചെയ്ത് മാൻഡിസൈ റിസൾട്ടിനെ നോർമലൈസ് ചെയ്യുന്നു. അതേപോലെ നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോണന്റിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, നോർമലൈസ് ചെയ്യുമ്പോൾ ആ സെഗ്മെന്റ് 4 തന്നെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോണന്റിനെ നമ്മൾ അഡ്ജസ്റ്റും കൂടെ ചെയ്യണം. അങ്ങനെ ഫൈനൽ റിസൾട്ട് നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ആദ്യമേ എന്താണ്, എക്സ്പോണന്റിനെ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തു, അതേപോലെ മാൻഡിസൈനെ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എക്സ്പോണന്റിനെ കമ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ആ ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ അലൈൻ ചെയ്യുന്നു മാൻഡിസൈനെ. അതേപോലെ എക്സ്പോണന്റ് അവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പയർ ചെയ്യുക, അലൈൻ ചെയ്യുക. ഓക്കെ, ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ മാൻഡിസൈനെ ആഡ് ഓർ സബ്ട്രാക്ട് ഓപ്പറേഷൻ ചെയ്യുന്നു, റിസൾട്ടിനെ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ നമ്മൾ നോർമലൈസ് ചെയ്യുന്നു നമ്മൾ റിസൾട്ട്. എക്സ്പോണന്റിനെ അതേ ടൈമിൽ അഡ്ജസ്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനലി നമ്മൾ എല്ലാ റിസൾട്ടും രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ജസ്റ്റ് അണ്ടർഫ്ലോയുടെ കേസ് ഒന്ന് കാണിച്ചേക്കാം. അതായത് നോക്കൂ, ഇപ്പം ഞാൻ കാണിച്ച എക്സാമ്പിളിൽ അവിടെ ഓവർഫ്ലോയോ അണ്ടർഫ്ലോയോ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ നോർമലൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അഥവാ ഇപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് 1.9 സംതിങ് ഇൻറ്റു 10 പവർ സംതിങ് ആണ്. അങ്ങനെ വരുവാണെങ്കിൽ അവിടെ ഓവർഫ്ലോ നടന്നിട്ടുണ്ട്. അപ്പം എപ്പോഴെങ്കിലും നമ്മൾക്ക് സം ചെയ്ത് സെഗ്മെന്റ് 3 കഴിഞ്ഞുള്ള റിസൾട്ട് ഓവർഫ്ലോ വന്നാൽ Mandisa of the sum or difference is shifted to right and the exponent is incremented by 1. അതായത് നേരത്തെ കിട്ടിയ റിസൾട്ട് സപ്പോസ് എനിക്ക് ഇവിടെ കിട്ടിയത് 0.96 സംതിങ് ആയിരുന്നു. അപ്പം പക്ഷെ എനിക്ക് ഇവിടെ 1.96 ആയിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഓവർഫ്ലോ സംഭവിച്ചു. അങ്ങനെയാകുമ്പോൾ എനിക്ക് റൈറ്റ് ഷിഫ്റ്റും ചെയ്യണം, അതേപോലെ എക്സ്പോണന്റിനെ ഇൻക്രിമെന്റും ചെയ്യണം. അഥവാ എനിക്കിപ്പോ അണ്ടർഫ്ലോ നടന്നിട്ടുണ്ടെങ്കിൽ, അണ്ടർഫ്ലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ലെഫ്റ്റ് ഷിഫ്റ്റും ചെയ്യും, അതേപോലെ ഡിക്രിമെന്റും ചെയ്യണം. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അത് ചെയ്യാനൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഈ ഫ്ലോർ ചാർട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.